പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നവരായിരുന്നാലും, ഫേസ്ബുക്കിൽ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നവരായിരുന്നാലും, അതുപോയിട്ട് എന്തെങ്കിലും പരസ്യത്തിന് വേണ്ടി പോസ്റ്റ് ക്രിയേറ്റ് ചെയ്താലും, തമ്പനെയിലിന് വേണ്ടിയിട്ടും എല്ലാത്തിനും നമുക്ക് ഈ ടെക്സ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ കണക്കിനുള്ള ഒരു വെബ്സൈറ്റാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിന് ഉപകാരം വരും. എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്കിൻ എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് ആ വെബ്സൈറ്റ് ഏതാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ ക്രോം ബ്രൗസർ ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം www.textstudio.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ സ്ക്രീനിന്റെ സൈഡിൽ കാണിച്ചിരിക്കാം. അതേ രീതിയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അനേകം ഫോണ്ടുകൾ ഇവിടെ കാണാൻ സാധിക്കും. പല കളറിലും പല സ്റ്റൈൽ ടെക്സ്റ്റിലും പല രീതിയിലുള്ള ഫോണ്ടുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ കൂടുതലും നമുക്ക് പെയ്ഡായിട്ട് പൈസ കൊടുത്ത് വാങ്ങേണ്ടതാണ്. പക്ഷേ നമുക്കിതിൽ കുറച്ച് ഫോണ്ടുകൾ നമുക്ക് പൈസ കൊടുക്കാതെ തന്നെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കണക്കിനുള്ള അത് നമ്മൾ കണ്ടുപിടിക്കുക. ഞാൻ കാണിച്ചിരിക്കുന്ന ഈ സിമ്പൽ കൊടുത്തിട്ടുള്ള എല്ലാ പെയ്ഡാണ് കേട്ടോ. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. പൈസ കൊടുത്താൽ മാത്രമേ ആ ഫോണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ആ സിമ്പൽ ഇല്ലാതെ കൊടുത്തിരിക്കുന്ന എല്ലാ ഫോണ്ടുകളും നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഒരു ഫോണ്ട് ഞാൻ ഇതായി എടുക്കാൻ പോവുകയാണ്. സീമോർ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഫോണ്ടുകൾ ഇതുപോലെ ലോഡായി വരും. ഇപ്പോൾ അതിനു വേണ്ടി ഞാനൊരു ഫോണ്ട് ഇതാ ക്ലിക്ക് ചെയ്തിരിച്ചിട്ടുണ്ട്. നമുക്കത് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിവിടെ താഴെ ഒരു കോളത്തിനകത്ത് ആ ടെക്സ്റ്റ് അതിൽ കൊടുത്തിരിക്കുന്ന ആ ഫോണിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. അത് നമ്മൾ മാറ്റിയതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട എന്താണോ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ പേരാണ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. കൃഷ്ണകുമാർ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ആ കൃഷ്ണകുമാർ എന്നുള്ള ആ ടെക്സ്റ്റ് ഇവിടെ വന്നത്. ആ ടെക്സ്റ്റ് നമ്മളെ പുതിയ ഫോണ്ടോട് കൂടി വന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും, ആ സ്റ്റൈലോട് കൂടി. അതിനുശേഷം നമുക്കിവിടെ പല ഓപ്ഷനും കാണാൻ സാധിക്കും. ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഷാഡോസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ഇവിടെ അടുത്ത് നമുക്കിവിടെ പല പല സ്റ്റിക്കറുകൾ അതിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഒരുപാട് സ്റ്റിക്കറുകൾ ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിലേത് വേണോ നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കർ അതിൽ നിന്ന് എടുക്കാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ടെക്സ്റ്റ് പല രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ലാസ്റ്റ് ഓപ്ഷനിൽ നമുക്ക് ഡൗൺലോഡാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ PDF ആയിട്ടും ബാക്കിയുള്ള എല്ലാ രീതിയിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. PNG ആയിട്ടും PNG ഫയലായിട്ടും ഒക്കെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് PNG ട്രാൻസ്പറൻ്റ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളർ മാറി ടെക്സ്റ്റ് മാത്രം കിട്ടും. ആ കണക്കിനാണ് ഞാനിപ്പോൾ ഡൗൺലോഡ് കേൾക്കാൻ പോകുന്നത്. ഞാനതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ഡൗൺലോഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ കണ്ടോ, ഇത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുവച്ചാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ടെക്സ്റ്റ് മാത്രം ഇവിടെ കിട്ടിയത് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ടെക്സ്റ്റ് മാത്രമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ മാറ്റി മാറ്റി കൊടുക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്.
എന്തായാലും ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിക്കാം. അത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി, നമുക്ക് ആ വെബ്സൈറ്റിലേക്ക് കയറാം. എന്തായാലും നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.